മോനെ സൂക്ഷിച്ചോ, നീ കയ്യിൽ നിന്ന് ലൈസൻസ് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നിങ്ങളുടെ പേരിൽ ഒരു വണ്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട വീഡിയോ ആണ് ഇതിനകത്ത് വരുന്നത് പറയുന്നത്. MVയുടെ പുതിയ റൂൾ പ്രകാരം നിങ്ങളുടെ വണ്ടിക്ക് 5 കൂടുതൽ പെറ്റ് കിട്ടിയതാണെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ലൈസൻസ് പറന്നു പോയിരിക്കും. അപ്പൊ ആ ലൈസൻസ് കട്ടാവാതിരിക്കണമെങ്കിൽ മാൻഡേറ്റ് ആയിട്ട് നിങ്ങൾ ആർക്കൊക്കെ വണ്ടി കൊടുത്തുവിടുന്നുണ്ടോ അവർക്കെല്ലാം തീർച്ചയായിട്ടും കുറച്ച് റൂൾസ് പറഞ്ഞു കൊടുക്കുക. ബൈക്ക് ഓടിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽമെറ്റ് വയ്ക്കുക, ബാക്കി എല്ലാ നിയമങ്ങളും പാലിക്കുക. ഇൻ കേസ് കാർ ആണെന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് മാക്സിമം അത് യൂസ് ചെയ്ത് തന്നെ എപ്പോഴും വണ്ടി ഓടിക്കാൻ പറയുക. ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, നിങ്ങളുടെ ലൈസൻസ് ആണ് പോയി പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും കണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓർത്തിരിക്കുക. ഇത് മാൻഡേറ്റ് ആയിട്ട് എല്ലാവരോടും പാലിക്കാൻ തന്നെ പറയുക, നിങ്ങളുടെ വെഹിക്കിള് മറ്റൊരാൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്കൊരു പെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 45 ഡേയ്സിനടയ്ക്ക് നമ്മളത് അടച്ചിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെഹിക്കിള് കരിമ്പട്ടികയിൽപ്പെടുത്തുന്നതാണ്. അപ്പൊ ഇതിനകത്തുള്ളൊരു കുഴപ്പം എന്ന് പറയുന്നത്, കരിമ്പട്ടികയിൽപ്പെടുത്തി കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് വരുന്ന ഒന്ന് കൈമാറ്റം ചെയ്യണം, അത് വിൽക്കണം എന്നുണ്ടെങ്കിലോ അല്ല എന്നുണ്ടെങ്കിൽ ഈവൻ ഒന്ന് പുതുക്കണം എന്നുണ്ടെങ്കിലോ വണ്ടിയുടെ ഇത് ഏതെങ്കിലും നമുക്ക് തീർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പുതുക്കണം എന്നുണ്ടെങ്കിൽ പോലും അത് നടക്കത്തില്ല. അതുപോലെ തന്നെ പിന്നീട് MVയുടെ ഓരോ ചെക്കിംഗ് ടൈമിൽ നമ്മുടെ വണ്ടി പിടിച്ചെടുക്കാനുള്ള ഓപ്ഷൻ വരെ അവരുടെ കയ്യിലുണ്ട്, ഇൻ കേസ് നമ്മുടെ ആ ഒരു പെനാൽറ്റി അടയ്ക്കുന്നത് വരെ. ഓക്കെ, അപ്പൊ ഈ ഒരു നല്ലൊരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. കാരണം വെച്ചാൽ വെഹിക്കിൾ ഓണേഴ്സ് ആണ് ഇന്ന് വരുന്ന എല്ലാവരും തന്നെ. അപ്പൊ അവർ മറ്റുള്ളവർക്ക് ഈ വണ്ടി കൈമാറ്റം ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്ന അവരുടെ പേരിലായിരിക്കും നിയമം വരുന്നതെന്നായിരിക്കും. അങ്ങനെയല്ല, നിങ്ങളാണ് RC ഓണർ എങ്കിൽ നിങ്ങളുടെ പേരിലായിരിക്കും ഇനി വരുന്ന നിയമങ്ങളെല്ലാം വരുന്നത്. കാരണം നിങ്ങൾക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തം. സോ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അറിയിക്കുക. അടിപൊളി ഇതുപോലത്തെ വിവരങ്ങളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.